ക്ലോസ് ചെയ്യണേ. ഇനി ഇടല്ല. ഇനി നമുക്ക് ബാക്കി നോക്കാം. സ്കൂൾ പിക്കപ്പ് വുഡ് ഗോ ക്രേസി ഇൻ ദിസ്. അട ഇത് എന്തെന്നറിയോ? നമ്മുടെ വണ്ടിയല്ലേ ഇത്? എന്നല്ലാണ്ട് എടാ നമ്മുടെ വണ്ടിയൊക്കെ ഇറക്കിയ പോലെ ഇരിക്കല്ലേ? സത്യമല്ലേ? ആ പുള്ളിയുടെ പേജിൽ ഈ പുള്ളിയുടെ പേജാണ്. ഇപ്പോൾ പേരെന്തായിരുന്നു? അതെങ്ങനെയാ ചെയ്യുന്നേ? ഇത്രയും ലോ ക്വാളിറ്റി വീഡിയോയിൽ ഇത്ര ഹൈ ക്വാളിറ്റി ഒരു വണ്ടീനെ എങ്ങനെ കൊണ്ടുവരുന്നത്? സീനാകുവാടാ. റാപ്പ് റിയേറ്റ് ചെയ്യുന്നുണ്ടോ? മോഹൻ അറിയാവടാ? അറിയാവടാ? സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കും. സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കും. നീ കട്ടക്കടയുള്ളത് നമുക്കും കാട്ടാക്കടയൊക്കെ അറിയാന്നുള്ള തന്നെ. നീ ഇവിടെ വിട്ട് പോകില്ലല്ലോ. പട്ടാളത്തിൽ ജോലിയുള്ള ചന്ദ്രൻ അറിയാമോടെ? അറിയാമോടെ? പട്ടാളത്തിലുള്ള ചന്ദ്രൻ അറിയാമോടെ? ഇത് ട്രെൻഡാണ്. ഈ സാധനം ട്രെൻഡാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടാ. മമിത ബിജു അല്ല. ഏത് ബിജു? നിന്റെ അടുത്ത പീടിയിലെ മുട്ടപ്പീടിയിലെ ബിജു ഏട്ടനല്ല, ഇത് ബൈജു. ഇത് ഇതാരുടെ റിയാക്ഷനാ ശരിക്കും? അവൻ അവിടെയും കൊണ്ടുവച്ചോ? ഒരു മിനിറ്റ്. മുണ്ടച്ചി മോനെ, ഇതെന്താണിത്? ഈ നായിന്റെ ഇവന് വേറെ പണിയില്ല. ഇത് ഫോട്ടോ വെച്ച് ഒട്ടിച്ചായിരിക്കും. എടാ ഇവന് എന്തിനാ ഇവന് വയ്യേടാ, എനിക്ക് അറിയാൻ വയ്യായിട്ട്. അണ്ണനെ ട്രോളി പേര് പേരെന്താ? റാശ. അണ്ണാ റാശയാണ് ആള്. ഒന്ന് നോക്കി ഒന്ന് റിയാക്ട് ചെയ്യണേ. ചോദിക്കും ഇവന്റെ പ്രശ്നം എന്താ? ഇവൻ ഇങ്ങനൊരു മുഖം കൊടുത്തു എന്ന് വെച്ചിട്ട് നാട്ടിൽ കണ്ട് എല്ലാവരുടെയും ഒപ്പം അവന്റെ മുഖം കയറ്റി വെക്കുന്ന എന്തിനാണ്? ചെറിയൊരു മാച്ച് ഉണ്ടോ? എന്ത് എന്താ അല്ലല്ല ഈ റാശന്റെ സീൻ റിയാക്ട് ചെയ്യണ അവന് കോണ്ടന്റ് ഒരു കോണ്ടന്റ് ഇല്ലാതിരുന്ന ഒരുത്തന് ഒരു ദിവസം നമ്മളങ്ങ് റിയാക്ട് ചെയ്ത് അതിനുശേഷം അളിയന് ദിവസം കണ്ടന്റ് ഓരോ യൂണിവേഴ്സിൽ നിന്ന് ഓരോരുത്തരെ. ഓൺസൈറ്റ് ടി വി മെമ്പർ ഓൾവേസ് ടി വി മെമ്പർ ടി വി ഇല്ലാന്ന് ആരും പറയുന്ന തോന്നിയതാ. നിങ്ങള് ടി വിന്ന് ഇറങ്ങിയിരുന്നോ ഇടക്ക്? ഉണ്ട്, ടി വി തന്നെ ഉണ്ട്. അത്രേ ഉള്ളു. ആര് ചോദിച്ചാലും അങ്ങനെ പറഞ്ഞാൽ മതി. ചാറ്റൊക്കെ എടുത്തല്ലോടാ. ചാറ്റ് കത്തുന്നേ കൊണ്ട് ചാറ്റ് അതെടുത്ത്. അയ്യോ ചന്ദ്രു, അന്ന് എനിക്ക് ഇപ്പോഴും മറ്റേ സാധനം പൊങ്ങുന്നുണ്ട് കേട്ടോ. എടാ SRK നിന്റെ ഡാൻസ് കൊള്ളാടാ. അത് 2 വർഷം മുമ്പുള്ള ചന്ദ്രു. അത് എന്നെ കൂടെ ഡാൻസ് ഞാൻ ഒരു കൊറിയോഗ്രാഫറാണ്. ഞാൻ കണ്ടില്ലടാ, നീ അയച്ചാളിയാ. അതെന്റെ പേഴ്സണൽ ഐഡി. The biggest cameo in Rajinikanth. ഉറപ്പിക്കാമോ? മൂച്ചി നല്ല കഴിവി സാപ്പിട്ട് പോകും.
ഇത് ഇറങ്ങിയ സിനിമ ഇതൊക്കെയാണ് ക്യാമിയോ. നമുക്കൊരു രോമാഞ്ചം പറഞ്ഞോടെ, നമുക്കൊരു ഗൂസ് പംസ് അടിക്കണം, നമ്മൾ എണ്ണീറ്റ് നിക്കണം തിയേറ്ററിൽ. അതൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്ന് നിക്കണം, മനസ്സിലായോ? അടിക്കും കൈ, അടിക്കാത്തവൻ പോലെ, കൈയില്ലാത്തവൻ പോലെ അടിക്കും ഇങ്ങനെ. രജനീകാന്തും നല്ലൊരു அந்த ഗ്യാരേജ് ഇല്ല കോച്ച്, അതാണ് എന്റെ ഡ്രീം ഗ്യാരേജ്. നടന്നു വന്നപ്പോ ഒരു ഗ്യാരേജ് ഉണ്ടല്ലോ അളിയാ. ഞാനിത് എവിടെ ഉണ്ടല്ലോ, നമുക്ക് എന്റെ വണ്ടി ഒന്നുകൂടി മോഡിഫൈ ചെയ്യണം. എനിക്കൊന്ന് റൂഫ് മൊത്തത്തിൽ മാറ്റിയിട്ട് ഓപ്പൺ ആക്കണമായിരുന്നു. ഓപ്പൺ ആക്കണല്ലേ? അത് എവിടെയാണത്? അത് തമിഴ്നാട്ടിലായിരിക്കും. നാളെ തന്നെ ചെന്നൈ പോണം കേട്ടോ. നാളെ തന്നെ ബാക്ക് എടുത്ത് ഇറങ്ങിയായിരിക്കും ചെന്നൈയിൽ. ഞാൻ പെട്രോൾ ഞാൻ അടിക്കുകയാണെങ്കിൽ കമ്പനിക്ക് ടോക്സിക് കണ്ട് അത് ഏടാ ഫുൾ ഇമ്പോർട്ടന്റ് പീസ് ആദ്യമായിട്ട് ചെയ്യാറുണ്ട്. എല്ലാം ഇമ്പോർട്ടന്റ് വെഹിക്കിൾ എന്നടാ നീ. ഇതെന്താ ഇത് വെച്ച് കൊറേ കണ്ടന്റ് ചെയ്യുന്നുണ്ടല്ലോ. വണ്ടി ഇതുവരെ സിറ്റി കണ്ടിട്ടില്ല. Stationary warnings if the reel if you have attention span. Please never seen or how different that is. Two types of people. അതൊക്കെ சொல்றேன். ഇതാണോ ആനിമേ ടൈപ്പ് ആണോ? ഇതിലെന്തേലും സ്പോയിലേഴ്സ് അങ്ങനെ എന്തേലും ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ, ഞാനിത് കണ്ടിട്ടില്ല. അപ്പൊ നീ ആനിമേ കാണാതില്ലടാ? ഇല്ല കോച്ച്, കണ്ടിട്ടില്ല. നോ സ്പോയിലർ, സ്കിപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ഫൈൻ. പിന്നെ കാണാം. ഞാൻ കണ്ടിട്ടില്ല, അപ്പൊ എന്തേലും ഇതാവും. ഇതാണ് നമ്മളെ കണ്ട്. ഇനി വെറും 36 ഗോളുടെ ദൈർഘ്യം മാത്രമാണ് ലോകം കണ്ട ഏറ്റവും മികച്ച ഫുട്ബോൾ താരമായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോവിന് തന്റെ 1000 ഗോളുകൾ തികക്കാനായിട്ട് ബാക്കിയുള്ളത്. ഇവിടെ ചിലരൊക്കെ ഏതൊക്കെയോ ഒരു ലീഗിന്റെ ടൈറ്റിൽ അടിച്ചത്, അതൊക്കെ ചാമ്പ്യൻസ് ലീഗുമായി കമ്പയർ ചെയ്ത്. അപ്പോ ഇന്ന് എന്റെ ചാറ്റിപ്പ കത്ത്. അയ്യോ അടിയാവോടെ, ഓടിക്കോ പോടാ, ഓർത്തപ്പരി കൊണ്ട് ഓരോ നൈസായിട്ടുണ്ട്. എടാ അടി നിർത്തടാ ചാറ്റിൽ, ചുമ്മാ ഇല്ലടാ. എന്ത് പ്രശ്നം? ഇവർക്ക് മെസ്സിനെ റൊണാൾഡോ ഇട്ട് ഞാൻ കഴപ്പങ്ങളാവും. നന്നായിട്ടുണ്ട് ബ്രോ, നന്നായിട്ടുണ്ട്. എന്താണ് വിഷമോ എല്ലാവർക്കും. ഒമേഗയുടെ കിങ് ആയിട്ടോ ഇവൻ. നമ്മളിത് കണ്ട് നിനക്കെന്താണെന്റെ പെണ്ണെ അന്തിച്ചോപ്പിൽ കാണുമ്പോൾ പണ്ടത്തെക്കാൾ ചന്തം തോന്നുന്നേ. കാറ്റുമുണ്ടേടേ മഴച്ചാറ്റലുണ്ടേടേ നിന്നെ നോക്കി നിന്ന് നേരം പോയേടേ. ഇതുപോലെ രണ്ടി ഓജി ആയിട്ട് ഉണ്ടാക്കണോളിയാ. ഉണ്ടാക്കണം. ഇതെന്ത് 10-20 മിനിറ്റ് വീഡിയോ ഉണ്ടായിരുന്നോ ചന്ദ്രു? ഏതാ? ഷോട്ടക്സിന്റെ എന്ത് വീഡിയോ? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ചെറിയ ഒരെണ്ണം ഉണ്ടായിരുന്നു.
F1 ഇല്ല അത് ഞാൻ കണ്ടില്ല guys, അത് ഞാൻ കണ്ടില്ല. ആ അതെ പക്ഷേ അത് എല്ലാരും പറയുന്നത് കണ്ടു നോക്ക് കണ്ടു നോക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളാം, നല്ല വീഡിയോ. നമ്മൾ കണ്ട് സൂര്യ റിവഞ്ച്. ശരി ചോദിക്കട്ടെ, ഇതാരാന്നറിയോ? ഇതാ ഷാജഹാനിക്കാരെ നിങ്ങൾക്ക് അറിയില്ല? തൊപ്പി ഷാജഹാൻ അറിയില്ല? അവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യേ? അറിയില്ല പോയി 5 കൊല്ലായിടാ പറയുന്നില്ലേ, ഞാൻ ഒരു ദിവസമായിടാ കളിക്കാൻ തുടങ്ങിട്ട്, ഒരു ദിവസം. മാറ് ഞാൻ അടിക്കാം മാറ്. ഇത് എന്നിട്ട് ബോട്ട് കളിക്കുമ്പോഴൊന്നും തോന്നല്ലേ പ്ലീസ് ബ്രോ. അവൻ ഫസ്റ്റ് ഡേ ആണ് ഗെയിം കളിക്കുന്നത്, മനസ്സിലായില്ലേ? അത് കോണ്ടന്റ് ആക്കിയ ആള്. ഫസ്റ്റ് ഡേ വെച്ച് നോക്കുമ്പോ നല്ല ബ്രോ. ഫസ്റ്റ് ഡേ പ്ലെയർ ഫസ്റ്റ് ഡേ ആണെങ്കില് അല്ലെങ്കിൽ ബോട്ടാണ്. ഞാൻ പെട്ടെന്ന് സായിപ്പിനെ പോലല്ലേ കാണാൻ അവനെ. ചെറിയ കട്ടുണ്ട്. സായിപ്പിന്റെ നമ്മൾ കണ്ടല്ലേ മറ്റേ റിയാക്ട് അവനെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിനിയിപ്പോ കല്യാണമൊക്കെ കഴിക്കല്ലേ? കല്യാണം കഴിച്ചാൽ രാത്രി ഉമ്മയൊക്കെ വെക്കാം. കല്യാണം കഴിക്കുന്ന പെണ്ണിന് അവീതം ഉണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണ് നമ്മളെ ഇരുത്തിക്കൊണ്ടുതന്നെ വേറൊരുത്തനെ നോക്കണമെങ്കിലാ, നമ്മളില്ലാത്ത നേരത്തെ വീട്ടിൽ വേറൊരുത്തനെ വിളിച്ചു വരുത്തുന്നെങ്കിലാ, നമ്മളെടുത്ത് ചിരിച്ചും കളിച്ച് നിന്നിട്ട് അവൾ അവന്റെ കൂടെ പോയാലോ? അയ്യോ എന്റെ കൊച്ചിന്റെ അച്ഛൻ ഞാൻ അല്ലെങ്കിലാ. അത്രയും സ്നേഹിച്ചിട്ട് നമുക്ക് എങ്ങനെയാ എന്നെ ചതിക്കാൻ തോന്നിയ? എങ്ങനെ വിശ്വസിക്കൂടാ ഞാൻ അവളുമാരെയൊക്കെ? ഷമീർ ആരാധകർ ഇവിടെ ഷമീർ ലവ് കിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല മോനെ. ഈ ഷമീറിന്റെ സ്ഥലമല്ല. സമീർ റപ്പിയാറായത്, സമീർ റപ്പിയാറാണ്. ഇതെന്താണ് ഇതൊക്കെ? അളിയെ ഈ ഗ്ലാസ് എനിക്ക് ചേരത്തില്ല അളിയാ. ഇത് ഇതേപോലത്തെ ഗ്ലാസ് മേടിച്ചാൽ അളിയാ. ചേരുന്നുണ്ട് വാങ്ങി. കൊള്ളാല്ലേ? അളി ഇത് ഒരു കഴിയറട്ടെ. ഇതുപോലെ അടിച്ചിരുന്നേ ഇതുപോലെ ഒന്നുകൂടെ മുമ്പ് വേണ്ട. അതാ ഇപ്പഴേ വേണ്ട, ഇനി അത് വേണ്ട. അതിന് തന്നെ നല്ല കാട്ടാക്കടലോട്ട് വരികയായിരുന്നു. കാട്ടാക്കടലോട്ട് വരികയായിരുന്നു. കാട്ടാക്കട തിരക്കായതുകൊണ്ട് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി. നീ കാട്ടാക്കട എവിടെ ഉള്ളത്? ആ ഡയലോഗ് പട്ടാളത്ത് ജോലിയുള്ള ഒരു ചന്ദ്രനെ അറിയാമോ? കാട്ടാക്കട മെല്ലിട്ടങ്ങനെ മോഹനെ അറിയാമോ നിനക്ക്? റീല് കണ്ടിട്ടില്ല, കണ്ടാ ട്രെൻഡ്. എന്റെ പൊന്നോ. മോഹൻ അറിയോടെ? അറിയാമോടെ? കട്ടാക്കട മിലിറ്ററി മോഹൻ അറിയാമോടെ? പട്ടാളത്തില് ജോലി ഉണ്ടായിരുന്ന ചന്ദ്രനെ അറിയാമോ? 24 വർഷം മുന്നേ മരിച്ചു. നമുക്കും കാട്ടാക്കടയൊക്കെ അറിയാന്നുള്ള തന്നെ. വാർത്തയെ കൊന്നു കളഞ്ഞറേ. ഈ ടയർ ഊരിപ്പോണ എങ്ങനെ വണ്ടിയുടെ ഓടിക്കൊണ്ടിരിക്കുമ്പോ? അളിയാ അതറിയാലേ ടയറൊക്കെ അളിയാ, നമ്മളൊക്കെ ടയർ ഊരിപ്പോയി. എന്റെ കാറിന്റെ ടയറിൽ ഊരിപ്പോയി. എന്ത് ചെയ്യാ? ഒരു 100 കിലോമീറ്ററിൽ കൂടി പോയി എന്ത് കേട്ടോ? പെമ്പിളരെ കണ്ട വലിയ പ്രശ്നം. എല്ലാരും മാറിക്കോട്ടെ, ഇപ്പൊ ശരിയാക്കി തരാം. എന്തിനാ അഭിനയം നോക്കളിയാ? ഇത് കള്ളക്കളിയത്.
എന്റെ അമ്മച്ചി ടി വി കണ്ടോണ്ടിരിക്കണ്ടോ? ഒരു സെക്കൻഡ് വരെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അടുത്ത് ഞാനിനി എന്തോ അറിയോ ഇടയ്ക്ക് കുറച്ച് സീരിയസ് ആയിരുന്നു. നമ്മള് പണ്ട് ഈ മറ്റേ അണ്ടർടേക്കർ ഒക്കെ മറ്റേ പെട്ടിന്നൊക്കെ വരുമ്പോഴത്തേക്ക് രോമാഞ്ചം ചാട്ടം ഓട്ടം കുളിച്ചു വീഡിയോ കഥയൊക്കെ ഉണ്ടായിരുന്നു. അണ്ടർടേക്കറിന്റെ ഭാര്യനെ കെയിൻ എന്തോ ചെയ്ത് അപ്പൊ അണ്ടർടേക്കർ അതിന്റെ റിവെഞ്ച് ഒക്കെ എടുക്കുന്ന ഇതാണ് സ്റ്റോറി. നമ്മളിങ്ങനെ നമ്മളും പൊട്ടപ്പ വിശ്വസിച്ചതൊക്കെ നമ്മളൊക്കെ കാടൊക്കെ വെച്ച് കളിക്കുമ്പോ അണ്ടർടേക്കറിന്റെ കാടിനാണ് പോയിന്റ് കൂടുതല്. മരിച്ചിട്ടേ പെട്ടി പെട്ടി മണിയടി കേൾക്കുമ്പോ തന്നെ ഇങ്ങനെ കാലിന്ന് ഇങ്ങനെ പെരുത്തങ്ങ് കേറും. അതൊക്കെ ഒരു കാലം. നിന്റെ തന്തേ പോലും പുണ്ടച്ചുമനെ നിന്നൊന്ന് കാണിച്ചു അടുത്ത് കാണിച്ചാ പുണ്ടച്ചുമനെ. എടാ പോടാ പോയി തന്തേനെ കൊല്ലടാ പുണ്ടച്ചുവനെ പോയിട്ട് തന്തയില്ല കഴിവേറി. എടാ പോടാ പോയി തന്തേനെ കൊല്ലടാ പുണ്ടച്ചുവനെ പോയിട്ട് തന്തയില്ല കഴിവേറി. കിട്ടി ചോദിച്ചങ്ങ് മേടിച്ച് സത്യം. അത് ശരിയായ ചന്ദ്രബോസ് ചന്ദ്ര ഇതിന്റെ ഫുൾ വീഡിയോ ഉണ്ട്, അത് കണ്ടു നോക്ക്. അത് ആരെങ്കിലും ഒന്ന് ഇടോ ഗൈസ്. ഇത് കണ്ടേപ്പാ. അതെ ബ്രോ, ഇത് അല്ലെ ഒരു ശിവനൊക്കെ ആക്കായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അളിയ പറയല്ലേ കൊണ്ടോ എനിക്ക് പറ്റിയ ഒരു ധാരണ ഇല്ലാത്തതാണ്. ഇത് കണ്ടോക്കാം, ഇത് കണ്ടോക്കാം. അമരവിള ചന്ദ്രബോസ് ഈ PR കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ ഗൈസ്. എന്തൊരു കഷ്ടം എന്ന് പറ. എന്ത് പറഞ്ഞാലും അതിപ്പോ ലാസ്റ്റ് ചന്ദ്രനിലെത്തും. അറ്റൻഷൻ സീക്കർ ഫണ്ട അമരവിള ചന്ദ്രബലി. ഇത് മറ്റേ അളി ഇത് ഷോർട്ട് ഫിലിം കണ്ടില്ലായിരുന്നത്? അലീന രാജകുമാരി. ഇത് പക്ഷപാതരഹിതനായി നീതി നിർവഹണം നടത്താനും ജീവത്യാഗം ചെയ്യാനും മടിക്കില്ല എന്ന് രാജമാതാ ദേവിയെ സാക്ഷിയാക്കി ഇന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അതൊക്കെ അല്ല ഇത് ഇറങ്ങി ഇത് കണ്ടായിരുന്നില്ലേ? പക്ഷെ ഭയങ്കര സൗണ്ട് ഇതാണ് ഡയലോഗ്സ് ഒക്കെ. ഇല്ല അത് ഒന്ന് ഇട്ടുതരുമോ? ഇതെന്താ സാധനം തളി? ഇത് നമ്മുടെ TX ഗെയിമിംഗ് അല്ലേ ചന്ദ്രൻ? TX ഗെയിമിംഗ് ഇത് അപ്പുറത്തെ കൂട്ടുകാരത് പറയാനുണ്ട്. ഞാൻ തിരക്കാണ്, ഞാൻ വണ്ടി എടുത്ത് ഒരു റൗണ്ട് പെട്ടെന്ന് ഫോട്ടോ എടുത്തോണ കണവണ പരിപാടി കാണിക്കല്ലേ. ഞാൻ ഒരു പ്രാവശ്യം നിർത്തത്തുള്ളൂ, ബാക്കിൽ കുറെ വണ്ടിയൊക്കെ വരുന്നതാണ്. കറക്റ്റായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞെടുപ്പിച്ചേ. ഇത് വണ്ടി ഓടിക്കോട്ടെ, കാല് കുത്തി നിർത്തേക്ക് വന്നുണ്ട്. പക്ഷെ ഓടിക്കാനുണ്ട്. ചന്ദ്രന് മറ്റേ ലെൻസ് ഒക്കെ ഇട്ട് മറ്റേ ചന്ദ്രൻ ബൈക്കിൽ വീലിംഗ് ആയിരുന്നു അല്ലേ? ചുമ്മാ കളിക്കില്ലേ? പിന്നെ അവരോട് എത്ര പടം കുത്തിയേക്കുന്നുണ്ട്. ഞങ്ങളുടെ ദൈവം അമരവിള ചന്ദ്രബലിയുടെ രക്തമാണ് നീ. നിന്നെ പ്രസവിച്ച അമ്മ സേന അനുഷ്ഠിച്ച 25 വർഷത്തെ തപസ്സിന്റെ വരമാണ് നീ. ഞാൻ ഇത് കണ്ടില്ല, കുറച്ച് കണ്ട് ഇതാക്കി. രാജമാതാ ദേവിയുടെ ത്യാഗവിത്ത് മുളച്ചു വളർന്ന വൃക്ഷമാണ് നീ. സൂര്യ നീ അറിയേണ്ട ചരിത്രം 100 നൂറ്റാണ്ട് മുമ്പേ ആരംഭിച്ചതാ.
ചക്കുടുവിന്റെ സിംഹാസനത്തെ നിന്റെ മുത്തച്ഛൻ വീരേന്ദ്രൻ അലങ്കരിച്ചു പോന്നു. മഹാരാജാവിന്റെ ജ്യേഷ്ഠൻ പിങ്കളം എന്നീക്ക് സ്വന്തം മനസ്സിലെ വൈകല്യം മൂലം സിംഹാസനം നിഷേധിക്കപ്പെട്ടു. എന്നാൽ അത് തന്റെ കലയുടെ അപലക്ഷണം മൂലമാണ് സംഭവിച്ചതെന്ന് ധരിച്ച് ഞാൻ ഒന്നൊരു കാണാം എനിക്ക് അർജന്റ് ഒരു മിനിറ്റ് അർജന്റ് ഒരു മെസ്സേജ്. ഒരു സെക്കൻഡാ. അദ്ദേഹം കോപം കൊണ്ട് കത്തിക്കാളി. നിന്നെ പ്രസവിച്ച അമ്മ സേന അനുഷ്ഠിച്ച 25 വർഷത്തെ തപസ്സിന്റെ വരമാണ് നീ. ഈ PR കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ ഗൈസ്. എന്തൊരു കഷ്ടം എന്ന് പറ. എന്ത് പറഞ്ഞാലും അതിപ്പോ ലാസ്റ്റ് ചന്ദ്രനിലെത്തും. അറ്റൻഷൻ സീക്കർ ഫുണ്ട. ഞാൻ ചക്കുടുവിന്റെ പ്രജകളുടെ ജീവനും സമ്പത്തും അഭിമാനവും സംരക്ഷിച്ചു കൊള്ളാമെന്ന് മഹാരാജാവ് പടത്തലവനായി പദവിയേറ്റ് ശങ്കയില്ലാതെ പക്ഷപാതരഹിതനായി നീതി നിർവഹണം നടത്താനും ജീവത്യാഗം ചെയ്യാനും മടിക്കില്ല എന്ന് രാജമാതാ ദേവിയെ സാക്ഷിയാക്കി ഇന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. കൊള്ളാം. പക്ഷെ അത് പറയുന്നത് ഭയങ്കര കുറച്ച് ഇതാണ് കേട്ടോ. അതിങ്ങനെ ഏടെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കത്തില്ലേ സൗണ്ടിന്റെ ആ എഫക്റ്റ്, അത് കുറച്ച് ഒരു വീഴാനായിട്ട് തോന്നി എനിക്ക്. ബാക്കി ഞാൻ ഇങ്ങനെ കാണുവാണോ ഇത് പണ്ടത്തെ അവിടെ കാണുന്നത്. നോക്കട്ടെ അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. പെട്ടെന്ന് ഇന്നലെ ഒന്നാടാ പോയിട്ട് നാളെ വരാം. ചോട്ട് അനിയൻ നമ്മളൊക്കെ അച്ഛനുള്ളവരാ. ഇനി ഇന്ന് ഇയാളെ കണ്ടു, ഓക്കെ, നമ്മുടെ മലയാള സാറിനെ. ഇനി എന്ന് കാണുമെന്ന് അറിഞ്ഞൂടാത്തത് കൊണ്ട് ഒരു ക്ലാസ് എടുപ്പിച്ചിട്ട് വിട്ടാലോ? ഇത് കാണാം കേട്ടാ. നീ പറഞ്ഞപ്പോ എന്തോ ഉണ്ട്. ഓക്കെ, ഞാനേ പറഞ്ഞ ഇനി ഇവിടെ കാണും മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ കാണുമ്പോഴത്തേക്ക് ഇടേ ചോട്ട് ഇടേ എന്ന് പറഞ്ഞ് വിളിക്കണത് കേട്ടാ. അത് നമ്മൾ അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്തു. ഇനി ഇന്ന് ഇയാളെ കണ്ടു, ഓക്കെ, നമ്മുടെ മലയാള സാറിനെ. ഇനി എന്ന് കാണുമെന്ന് അറിഞ്ഞൂടാത്തത് കൊണ്ട് ഒരു ക്ലാസ് എടുപ്പിച്ചിട്ട് വിട്ടാലോ? നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ 56 അക്ഷരങ്ങൾ മലയാളത്തിലുണ്ട്. അതിൽ ആദ്യത്തെ അക്ഷരം അത് മറക്കാതിരിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന അച്ഛനില്ലാത്ത ടീച്ചർ. ഇനി അടുത്തത് അത് മറക്കാതിരിക്കാൻ കൊണ്ട് ആന്റി. ഈ അവിടെ എവിടെയെങ്കിലും കാണും ഈറ്റിരിക്കുന്ന തീട്ടം. ഈഞ്ചി മിഠായി. അടുത്തത് സോറി മുള്ളി ഉദ്ദേശിച്ചല്ല. അതെ, നിന്റെ അച്ഛൻ ചന്ദ്രബോസില്ലേ, ഒരു വാട് കഴിയുമ്പോ ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കും. ഈഞ്ചി മിഠായി, ഈഞ്ചി മിഠായി, ഈഞ്ചി മിഠായി. അതെ, നിന്റെ അച്ഛനെ ഓർത്താൽ മതി. ഈഞ്ചി മിഠായി. സന്തോഷം തോന്നില്ലേ? അതാണ് ഫ്രണ്ട്ഷിപ്പ്.
ഉണ്ടാവാത്ത ആൾക്കും കിട്ടി. സത്യം ചന്ദ്രു. ഇന്നലെ ഉണ്ടാവാത്തണ്ടല്ലോ ഈ തെണ്ടീരെ ഭാഗ്യം. ഒന്ന നാറി അപരാധി. ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നോണ്ടല്ലേ ഇവനങ്ങ് ഉറക്കിയാലേ ഞാനങ്ങ്. ക്ലിപ്പിന്റെ ലെങ്ത് കൂടിയാണ്. അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ 56 അക്ഷരങ്ങൾ മലയാളത്തിലുണ്ട്. ഇത് നമ്മൾ കണ്ടല്ലേ, സേവ് അല്ലേ? അയ്യോ ഇത് ആരാടാ തക്കോട് കുട്ടൻ? ഇത് ഏതാ ഈ തക്കോട് കുട്ടൻ? എന്റെ പേര് ശ്യാം എന്നാണ്. ഗെയിമിലെ നെയിം ചന്ദ്രൻ എന്നാണ്. ചന്ദ്രബോസ്. അന്നൊക്കെ പണ്ട് ഭയങ്കര ചിരിയായിരുന്നു കേട്ടാ. ഇന്നൊക്കെ എന്റെ പേരിട്ട് എണീറ്റിരിക്കും എല്ലാരും കേട്ടാ. എന്താ ആര് ചിരിക്കും? ആർക്ക് ചിരിക്കണം? എന്നാ എന്റെ മോക്കിരുന്നുണ്ടോടാ? ആ മുടിയണ്ടാ. ഇത്രയും സൽസ്വഭാവിയും സൽഗുണനും സൽഗുണ സംഭവൻ അവനങ്ങ് ചിരിയ, അവനങ്ങ് പൊലയാടിക്ക് കോട്ടപരാതി. ഓർമ്മകൾ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ളതല്ലേ. അതൊരിക്കലും ആരെയും കുറ്റപ്പെടുത്താനുള്ളതാവില്ല. ഈവിൽ ഐ വാസ് റിയൽ എന്നാ ഏറെക്കുറെയൊക്കെ റിയലാണ്. ലാസ്റ്റിലുള്ള നോക്കാനാ ഏസ് നോക്കട്ടെ ഒരു മിനിറ്റ്. ഐ യൂസ് ടു ബിലീവ് ലൈക്ക് ദിസ് എന്നോ ഇതാണോ? Something really bad going to happen to this world soon. എന്തുകൊണ്ടാണെന്നറിയോ? എപ്സ്റ്റീൻ ഫയൽസ് ആർ ഔട്ട്. ദിവസം പോകുന്നതിനനുസരിച്ച് ഇറ്റ്സ് ഗെറ്റിംഗ് അഗ്ലിയർ ആൻഡ് അഗ്ലിയർ. ഡു യു റിയലി തിങ്ക് ദിസ് ഈസ് ദ ഷോ? നോ. എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്നത് ഇറ്റ്സ് കോൾഡ് റോമൻ സർക്കസ്. എപ്സ്റ്റീന്റെ ഫയലുകളിൽ പറയുന്ന പല കഥകളും ഭയങ്കര ബ്രൂട്ടലാണ് ആൻഡ് ഇറ്റ്സ് ഗുഡ് ഫോർ കണ്ടന്റ്. കണ്ടോട്ടെ ക്യൂരിയോസിറ്റി കണ്ടു തുടങ്ങിയപ്പോ. ആളുകൾക്ക് നെഗറ്റിവിറ്റി ആഗ്രഹിക്കുന്ന സോഷ്യൽ മീഡിയക്ക് ആഘോഷിക്കാൻ പറ്റിയ കണ്ടന്റുകളാണ് എല്ലാം. സോ ലുക്ക് അറ്റ് ദ റിയാലിറ്റി. എപ്സ്റ്റീൻ ഈസ് ഡെഡ്. അതുകൊണ്ട് ഇനി അയാളെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ആരോപിക്കപ്പെടുന്നവരുടെ ഫോട്ടോയും റിലീസ് ചെയ്യപ്പെടുന്ന ഫോട്ടോസും എല്ലാം ഇറ്റ്സ് എ ക്ലീൻ പ്രോഗ്രാം ഓഫ് ഡിസ്ട്രാക്ഷൻ. ഞാൻ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നത് ഐ തിങ്ക് ദ യൂണിവേഴ്സൽ മാർക്കറ്റ് ഈസ് ഗോയിങ് ടു ക്രാഷ്. ബിറ്റ്കോയിൻ ക്രാഷ് ആയി കിടക്കുകയാണ്. ഓൾമോസ്റ്റ് ഹ്യൂജ് ലോസ് ഇൻ ദാറ്റ് മാർക്കറ്റ്. അതേപോലെ ഐ തിങ്ക് ഡോളർ ഗോയിങ് ടു ക്രാഷ്. അടുത്ത റെസഷൻ ആണോ എന്നുള്ളതാണ് തോന്നുന്നത്. ഈ ഒരു പ്രോബ്ലം അതല്ലെങ്കിൽ വേൾഡിൽ എന്തോ സംതിങ് റിയലി ബാഡ് ഗോയിങ് ടു ഹാപ്പൻ. അല്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ ഒരു തുടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ദാറ്റ്സ് എ റീസൺ വൈ എപ്സ്റ്റീൻ ഫയൽസ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് പുറത്തു വരുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഇത് പബ്ലിക് അറിഞ്ഞിട്ട് കാര്യമുണ്ട് എന്നുള്ളതിന് വേണ്ടിയിട്ട് റിലീസ് ചെയ്തൊരു ഫയൽ അല്ല ഇത് വളരെ എവിഡന്റ് ആണ്. കാരണം ഇറ്റ്സ് വെരി ആക്സസിബിൾ ടു ദ പബ്ലിക്. നിങ്ങൾ ഏതെങ്കിലും കാലം കേട്ടിട്ടുണ്ടോ പവർഫുൾ പീപ്പിൾസ് ചെയ്ത തോന്നിയാസം പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റിയത്? ഇത് ചെയ്ത അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്ന ആളുകളാണ് വേൾഡ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ദ ഷോ. ഇറ്റ്സ് എ സ്ക്രീൻ. ദെയർസ് എ ഷോ ഈസ് പ്ലേയിങ് ബിഹൈൻഡ് ദി സ്ക്രീൻ. അല്ല ഇത് ഇറങ്ങിയ ടൈമിൽ എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്നേ സംഭവം. ഒരു സാധനം ഇപ്പൊ ഇറക്കി അങ്ങനെ ആദ്യം ചന്ദ്രൻ ആലോചിച്ച് നമുക്ക് എല്ലാരും ബാധിക്കുന്ന അല്ല ചന്ദ്രൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഇത്രയും പേരുടെ ആള് ശ്രദ്ധ ഇതിലോട്ട് തിരിച്ചു വിട്ടിട്ട് വേറെന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് ചന്ദ്രൻ സത്യം അങ്ങനെ വലിയ കാര്യം എല്ലാരും എക്സ്പോസ് ആവുമെന്ന് അറിഞ്ഞിട്ടും ഇത് ഇറക്കിയിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ്? അപ്പൊ വേറെ സംഭവിക്കുന്നുണ്ട്. ഒന്നും നടന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ ബാക്കിൽ എന്തോ ചന്ദ്രബോസ്, ധീരനായ ചന്ദ്രബോസ് നേരത്തെ കണ്ടോ? 2030 ആകുമ്പോ മൈക്കിൾ ജാക്സൺ കോൺസേർട്ട് വെച്ചിട്ട് വരുന്നത്. നീ എന്റെ അണ്ണന്മാരെ കാണിച്ചു തരാം. എന്റെ അണ്ണനാണ് ചോദിക്കുന്നത്.
രണ്ട് അണ്ണന്മാരാണ്. യുവരാസണ്ണൻ, അത് സരക്ക് അണ്ണൻ, പിന്നെ ബാബു, ചന്ദ്രൻ ഞാൻ. ഹലോ വാസോണ, ഇത് ഞാനാണ് രായൻ. എവിടേക്കാണ് അണ്ണായി? ഇവര് ഉണ്ട് ഇവിടെ അല്ല, അപ്പുറത്താണെന്നുണ്ട്, വേറൊരു സിറ്റിയിലാണ് അവര്, വേറൊരു ഇതിലാണ്, മനസ്സിലായോ? പക്ഷെ അവിടെ ഭരിക്കുവാണ് അവര്, മനസ്സിലായോ? അങ്ങനെ നമ്മൾ ഇവിടെ ഭരിക്കും, അവരവിടെ ഭരിക്കും. എടാ പാടാടാ, എടാ എല്ലാരും പാടാ. നല്ല വീഡിയോ. അലീന അപ്പൊ സിറ്റി കയറുന്നില്ലല്ലോ ഇന്ന്? ഇല്ല ഞാൻ ഇറങ്ങി. വേറെ ഒന്നുമില്ലല്ലോ കണ്ടാലോ എന്താ? വീട്ടിനെ തേടി നടന്നു നിശബ്ദം, തലവെട്ടും മാധോലോകം, വീടിന്റെ നാഥൻ പറുന്തുവാസം, നിഴലിന്റെ പിന്നിൽ രാജ്യം തൂക്കാൻ കോണിൽ ചിരിക്കും വെട്ടിയ വെരുകൾ, തലവെട്ടും മാധോലോകം, ഇടിയുടെ നടുവിൽ ചിഹ്നം മാത്രം പറുന്തു പറക്കും. അവിടെ സ്പീഡിൽ വരെയായിരുന്നു. CC കൂടിയ വണ്ടികളും എടുത്ത് കാട്ടാക്കട എവിടെ ഉള്ളതായി? ജോലിയുള്ള ചന്ദ്രൻ അറിയോടാ? നമുക്കും കാട്ടാക്കടയൊക്കെ അറിയാന്നുള്ള തന്നെ. ഈ കാട്ടാക്കട എവിടെ ഉള്ള? ഈ കാട്ടാക്കട എവിടെ ഉള്ള? എന്റെ ആളിയാ, ഇതൊക്കെ ആരാ ഉണ്ടാക്കണേ? എന്റെ ആളിയ സാധനോടെ. ഇത് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ട്രിവാൻഡ്രത്തെ ആൾക്കാർക്കായിരിക്കും കൂടുതലും, അല്ലേ ലീന? കാരണം നമ്മുടെ അവിടുത്തെ ഒരു തനതായ ഒരു സ്ലാങ് ആയിരുന്നു. ഒരു ഇതാണ്. അപ്പൊ ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഇത് ഭയങ്കര ഇതാവും, കിട്ടും. നിനക്ക് പെണ്ണ് ഇല്ല. നീ സക്സസ് ആയോ? സക്സസ് ആയി. ആയോ? എന്നാ പിന്നെ ഈ വണ്ടി വേണ്ടല്ലോ, നീ സക്സസ് ആയി ഓൾറെഡി. അങ്ങനല്ല, ഞാനിപ്പൊ ടി വിയിലല്ലേ, അപ്പൊ സക്സസ് അല്ലേ ഓൾറെഡി.